പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമിക രേവതിനോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അച്ഛൻ കൊടുക്കുന്നത് വീര്യം കുറഞ്ഞ മരുന്നായിരിക്കുമോ, മുറിയിൽ ഇങ്ങനെ അവളുടെ മുറിയിൽ നിന്ന് ഒച്ച എനിക്കൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ. നമ്മൾ ഉറക്കമൊഴിഞ്ഞത് വെറുതെ ആവുമോ എന്നിങ്ങനെ പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ടായിരുന്നു, മോളെന്തായാലും പോയി കിടന്നോ, അനി നിന്നെ കാത്തിരിക്കുകയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ, അവൻ എന്നെ കാത്തിരിക്കുന്ന ഒരു ഭർത്താവൊന്നുമല്ല, അവനിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല, അവൻ ഉറങ്ങിയിട്ടുണ്ടാവും. അവൻ്റെ മനസ്സിലിപ്പോഴും ഇങ്ങനെ അവൻ്റെ ഏട്ടത്തി അതുപോലെ തന്നെ അവളുടെ അനിയത്തി മുട്ടച്ചിയൊക്കെ തന്നെയാണെന്ന് പറയുമ്പോൾ, മോളെന്താ ഇങ്ങനെ അനിയന്ന് അകന്ന് പോകുന്നത്, ഇങ്ങനെ ഈ സ്വഭാവം മാറ്റണമെന്ന് മോളോട് എത്ര തവണ അമ്മ പറഞ്ഞിട്ടുണ്ട്, അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ. ഞാൻ അനി നമുക്ക് സപ്പോർട്ടായിട്ട് വേണം എന്നൊക്കെ രേവതി പറയുമ്പോൾ, അതിന് ഞാൻ അവൻ്റെ കാല് പിടിക്കണം, ഇതല്ലല്ലോ ഇവിടുത്തെ വിഷയം, എന്തായാലും അവൾക്ക് ഇങ്ങനെ വയറുവേദനയൊക്കെ വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുകയാണ് കേട്ടോ. പിന്നീട് നയനിയാണെങ്കിൽ റൂമിൽ ചെന്നിരിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ആദർശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ്റെ അസുഖം മാറണം, അതുപോലെ തന്നെ അവരുടെ വലിയ സ്വപ്നം നടക്കണം, ഒരു കുഞ്ഞെന്ന സ്വപ്നം, എന്തായാലും ഹണിമൂൺ ട്രിപ്പൊക്കെ നമുക്ക് 41 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊടി തട്ടിയെടുക്കാം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. പിന്നീട് ആദർശിനാണെങ്കിലും ഇങ്ങനെ ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ. ആദർശാണെങ്കിലും ഇങ്ങനെ കുറച്ച് സമയം ഇരുന്ന് പിന്നീട് അങ്ങ് കിടക്കാനൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നു. പിന്നീട് അബിയും നവിയും കൂടി സംസാരിക്കുകയാണ്. അബിയാണെങ്കിൽ ഇങ്ങനെ നവിക്ക് ഇങ്ങനെ വയറുവേദനയൊക്കെ വരുന്ന കാത്തിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കൂട്ടോ. എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അബി ഇങ്ങനെ എന്തോ ആലോചിക്കുമ്പോൾ, നീ എന്തേ ആലോചിക്കുന്നത് എന്നൊക്കെ തന്നെ ചോദിക്കുകയാണ് കേട്ടോ. പിന്നീട് അബി പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ നിന്നോട് ചോദിച്ചത് നമ്മുടെ കുഞ്ഞ് നിന്നെ ശല്യം ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ, ഇതുവരെ അങ്ങനെ ശല്യമൊന്നും ചെയ്തിട്ടില്ല, ഇനി എന്തായാലും ശല്യം ചെയ്യുമോയെന്നും അറിയില്ല എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പം എന്തായാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, അതിന് ഞാൻ വയറ് കേടാക്കുന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, നീ പുറത്ത് പോയപ്പോൾ നോൺ വെജ് ഒക്കെ കഴിച്ചില്ലേ, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയുമ്പോൾ, അത് നീ സ്നേഹത്തോടു കൂടി വാങ്ങി തന്നല്ലേ, അത് അപ്പം തന്നെ ദഹിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയുകയും ചെയ്യാണ് കേട്ടോ. അപ്പം എന്തായാലും ഇങ്ങനെ ഇങ്ങനെ എന്തോ മനസ്സിൽ ചിന്തിക്കുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താ ഇടയ്ക്ക് ഇങ്ങനെ മന്ത്രിക്കുന്നതെന്ന് ചോദിക്കട്ടോ. അല്ല, നിനക്കും കുഞ്ഞിനൊരു ആപത്തും വരുത്തരുതേ എന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചാണെന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നവിക്ക് സന്തോഷമാവുന്നുണ്ട്. അപ്പം എന്തായാലും പിന്നീട് ഇങ്ങനെ, നീ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ചെറിയൊരു വയറ്റിൻ്റെ അകത്തുനിന്ന് ഒരു ഉരുണ്ടുകയറ്റം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അബിക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ചെറിയ ഉരുണ്ടുകയറ്റം ഇനിയിപ്പോൾ വലുതായിട്ട് ആ കുഞ്ഞങ്ങ് പോട്ടെ എന്നൊക്കെ അബി മനസ്സിൽ ഓർക്കുകയും ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് അവരങ്ങ് കിടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നവിയാണെങ്കിലും അബിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന, അങ്ങനെ അബിക്കൊന്നും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ, എന്നാലും അങ്ങ് ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് ജലജയാണെങ്കിലും നവിയുടെ റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു ഒച്ചയും ബഹളമൊന്നും കേൾക്കാത്തതുകൊണ്ട് തന്നെ അത് കാത്തിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വയറുവേദനയൊക്കെ വരേണ്ട സമയം കഴിഞ്ഞല്ലോ, എന്താ ഒരു ഒച്ച എനിക്കൊന്നും കേൾക്കാത്തത്, അവളുടെ റൂമിൽ നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ഇങ്ങനെ ദേവയാനീനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും പെട്ടെന്ന് എന്തൊക്കെയോ അസ്വസ്ഥത വന്നിട്ട് എണീക്കുന്നുണ്ടായിരുന്നു. വയറുവേദനയും തലവേദനയും നല്ല തലവേദനയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ജയനെ വിളിക്കുന്നുണ്ടായിരുന്നു, ലൈറ്റൊക്കെ ഇട്ടിട്ട്, എനിക്ക് തീരെ വയ്യ ജയേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ, തട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ജയൻ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കുടിക്കാൻ ദേവയാനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തീരെ വയ്യ എന്ന് പറയുമ്പോൾ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, നീ എണീക്കെന്ന് പറഞ്ഞ് ദേവയാനീനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് അനാമികയും അമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലോ അവിടെ. നവ്യയുടെ റൂമിൽ നിന്ന് എന്തെങ്കിലും ഒച്ചാനൊക്കെ കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാണ് ആദ്യം കാണുന്നത് ഇങ്ങനെ ജയൻ ദേവയാനീനും പിടിച്ച് വരുന്നത്. അനാമിക ഇങ്ങനെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാണ്. അപ്പോൾ തന്നെ എന്ത് പറ്റി ജയേട്ടാന്നൊക്കെ ചോദിച്ച് രേവതി വരുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു പരവേശം ഒക്കെ ആയിട്ട് എണീറ്റതാണ്, നല്ല വയറുവേദനയും തലവേദനയും ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയട്ടെ. അപ്പോഴേക്കും ദേവയാനിക്കാണെങ്കിൽ ഇങ്ങനെ വൊമിറ്റ് ചെയ്യാനുണ്ടാവുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അനാമികയും അമ്മയും ഇതെല്ലാം അവിടെ നിന്നിട്ട് മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ രേവതിയുടെ ഉള്ളിൽ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഇനിയിപ്പോൾ നവ്യയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്ന പാല് ഇങ്ങനെ ദേവയാനിയാണോ എടുത്ത് കുടിച്ചതെന്നൊക്കെയുള്ള ആ ഒരു ചിന്തയ്ക്ക് വരുന്നുണ്ട്. പിന്നീട് ദേവയാനിയാണെങ്കിലും ഛർദ്ദിച്ച് ഇങ്ങനെ തിരികെ പോരാനായിട്ട് നിൽക്കുമ്പോഴേക്കും അവർ അനാമികയും അമ്മയും കൂടെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് മാറുകയാണ് കേട്ടോ. എന്തായാലും ദേവയാനീനെ കൊണ്ടുവന്ന് സോഫയിലേക്ക് ഇരുത്തുകയാണ്. തീരെ വയ്യ കേട്ടോ, എന്തായാലും അത് നടക്കാൻ പോലും വയ്യ, ജയൻ പിടിച്ച് വലിച്ചൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്ന് ഇരുത്തുന്നത്. അപ്പോഴേക്കും എന്ത് പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അനി എണീറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അനി വന്നിട്ട് ചോദിക്കും, എന്ത് പറ്റി വല്യമ്മയ്ക്ക് എന്നിട്ട്. അപ്പോൾ തീരെ വയ്യ, വയറുവേദനയും തലവേദനയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ആദർശിനെ വിളിക്കാനായിട്ട് അനീനെ പറഞ്ഞു വിടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനി പോയിട്ട് വേഗം ആദർശിൻ്റെ റൂമിൻ്റെ അവിടെ വന്നിട്ട് തട്ടി വിളിക്കുകയാണ്. ആദർശ് ഉറങ്ങിയിട്ടുണ്ടാവും. എന്തായാലും ആദർശ് ഇങ്ങനെ എണീറ്റ് വാതിലൊക്കെ തുറന്ന്
കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വല്യമ്മയ്ക്ക് തീരെ വയ്യാന്ന് പറയും ട്ടോ. അപ്പോൾ എന്ത് പറ്റി അമ്മയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ നല്ല തലവേദനയും നല്ല ഛർദിയൊക്കെ ഉണ്ട്, ഏട്ടനൊന്ന് വേഗം താഴേക്ക് വാ, അങ്ങനെ വല്യച്ഛൻ ഇങ്ങനെ വല്യമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ, താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയും ട്ടോ. അപ്പോഴേക്കും ആദർശിന് ടെൻഷനാവും. അപ്പോൾ ഒന്നും വരുത്തല്ലേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആദർശാണെങ്കിലും. പിന്നീട് ദേവയാനിക്കാണെങ്കിലും തീരെ വയ്യാത്തതുകൊണ്ട് ജയൻ്റെ മേലേക്ക് അങ്ങ് കിടക്കുകയാണ് കേട്ടോ. കണ്ടിട്ട് നല്ല തീരെ വയ്യാന്ന് തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും പിന്നീട് അനാമികേനോട് അമ്മ പറയുന്നുണ്ടായിരുന്നു മോള് പുറമൊന്ന് പോയി തടവി കൊടുക്കുമെന്ന് പറയും. അപ്പം അനാമിക അവിടെ ചെന്നിരുന്ന് പെട്ടെന്ന് പുറം തടവുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ജലജയും വരികയാണ് കേട്ടോ. അപ്പോൾ ജലജയും വരുന്ന സമയത്ത് കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ആദർശവും നയനയും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പെട്ടെന്ന് വന്ന് എന്ത് പറ്റി അമ്മയ്ക്ക് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അമ്മയ്ക്ക് നല്ല വിളർച്ച ഉണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ പോകാമെന്ന് ഞാൻ പറഞ്ഞതാണ്, അന്നൊന്നും കേട്ടില്ല, ഇതിപ്പോൾ തീരെ വയ്യാന്നാ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു ആദർശേട്ടാ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞ് നൈനയും അവരുടെ കൂടെ പോവാണ്. അവരങ്ങ് പോയി കഴിയുമ്പോൾ രേവതി ആണെങ്കിലും ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ആദർശിനെ കൊണ്ട് വ്രതം എടുപ്പിച്ചത് നൈനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിന് അവൾ എന്തെങ്കിലും ചെയ്ത് കാണും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് സാധ്യത എന്ന് ജലജയും പറയും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഒരാൾക്ക് വയ്യാതിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ അനാമികയും പറയണ ഇവിടെ നടന്ന കാര്യമാണ് പറഞ്ഞത്, ഇങ്ങനെ അവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കിയതിന് അവൾക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, അതിന് അവൾ എന്തോ പണി പറ്റിച്ചാണെന്ന് പറയൂ കേട്ടോ. അപ്പം അനി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾക്ക് വയ്യാതിരിക്കുമ്പോൾ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്, നിനക്ക് വല്യമ്മേനോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ വല്യമ്മയ്ക്ക് ഒരു ആപത്തും ഉണ്ടാവരുതെന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യാണ് കേട്ടോ. പിന്നീട് ദേവയാനീനെയും കൊണ്ട് അവർ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ടായിരുന്നു. നടക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ട്രെച്ചറിൽ കിടത്തിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ആ സമയത്തും ഇങ്ങനെ വൊമിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, ഭയങ്കര വയറുവേദനയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. പിന്നീട് അനാമികയും അമ്മയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പാലെടുത്ത് കുടിച്ചത് ദേവയാനിയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സംസാരം ജലജ അവിടെ മാറി നിന്ന് കേൾക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ, ആ പാലെടുത്ത് കുടിച്ചത് ദേവയാനി ചേച്ചിയാണെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കാത്തതാണ് നല്ലത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇത് പോലീസ് കേസ് ആവുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് ഇങ്ങനെ കൊടും വിഷാണല്ലോ ഉള്ളിൽ ചെന്നിരിക്കുന്നതെന്നൊക്കെ രേവതി പറയുമ്പോൾ എന്തായാലും ആൾ മരിക്കാനൊന്നും പോണില്ലല്ലോ എന്ന് അനാമിക പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവർ 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടക്കുന്നതല്ലേ അച്ഛൻ പറഞ്ഞത്, നല്ല വയറുവേദനയൊക്കെ ആയിരിക്കും, ഇങ്ങനെ ദേവയാനി ചേച്ചിക്ക് അത്യാവശ്യ അസുഖങ്ങളൊക്കെ ഉള്ളതാണ്, ഇനിയിപ്പോൾ അതും കൂടെ ചെന്നാൽ ഇങ്ങനെ പ്രശ്നമാവുമോ എന്ന് അറിയില്ലല്ലോ, പോലീസ് കേസ് ആവുമോ എന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അതിപ്പോൾ അവൾ കുടിച്ചാലും അങ്ങനെ തന്നെയല്ലേ, എന്തായാലും അടുക്കളയിൽ കയറിയത് ഇങ്ങനെ പാല് തിളപ്പിച്ചതൊക്കെ ആ നൈനയാണ്, അതുകൊണ്ട് അങ്ങനെ പോലീസ് കേസ് ആയാലും അത് മാത്രമേ പറയാവൂ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം പിന്നീട് അനാമിക പറയുന്നുണ്ടായിരുന്നു ഇതുവരെ അവൾക്കൊരു കുഴപ്പമില്ല, അവൾക്കും അവളുടെ കുഞ്ഞിന് എന്തോ ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്, നമ്മളിങ്ങനെ അവൾ കരയുന്നത് കാണാൻ വേണ്ടി കാത്തിരുന്നല്ലേ, ഇതൊക്കെ ഇപ്പോൾ വെറുതെ ആയി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ആ ഒരു സങ്കടത്തിലാണ് അനാമികയും അമ്മയും. അതേ സങ്കടത്തിൽ തന്നെയാണ് കേട്ടോ ജലജയാണെങ്കിലും. ഇത് കേട്ട് ജലജ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അതിനേക്കാളും പ്രതീക്ഷയിലായിരുന്നു ഞാൻ, ഇപ്പം എല്ലാം തൊലച്ചിട്ട് അവളുമാര് നിന്ന് സംസാരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് ആ ഒരു ദേഷ്യം കൂടി ജലജയ്ക്ക് ഉണ്ട് കേട്ടോ. പിന്നീട് എന്തായാലും ദേവയാനീനെ പെട്ടെന്ന് തന്നെ ICUയിലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ആദർശിനോടാണെങ്കിലും ജയൻ പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ നല്ല തളർച്ചയുള്ളപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞപ്പോൾ അമ്മ കൂട്ടാക്കിയില്ല, ഇതിപ്പോൾ കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ടായിരുന്നു നമ്മൾ മാലയിട്ട് അന്ന് തുടങ്ങിയതാണ് അമ്മയ്ക്ക് തളർച്ചയും ക്ഷീണമൊക്കെ എന്ന് പറയൂ കേട്ടോ. എന്തായാലും അവരതിൻ്റെ വിഷമത്തിലാണ് അവിടെ ഇങ്ങനെ നിൽക്കുകയും പുറത്ത് നിൽക്കുകയും ചെയ്യുന്നത് ദേവയാനീനെ ICUയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത്. പിന്നീട് ജലജയ്ക്കാണെങ്കിൽ ഉറക്കമില്ലല്ലോ, എന്തായാലും ഉറക്കം പോയല്ലോ. അപ്പോൾ ഇങ്ങനെ അബീനെ വിളിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അബിയാണെങ്കിലും ഉറങ്ങിയിട്ടില്ല കേട്ടോ. നവ്യയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ. അപ്പോൾ നവ്യയ്ക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നവ്യ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഈ സമയത്താണ് ജലജ അബീനെ വിളിക്കുന്നുണ്ട്. അപ്പം ഫോൺ റിങ് ചെയ്യുമ്പോൾ തന്നെ അബി പെട്ടെന്ന് ഫോൺ എടുക്കുന്നുണ്ട്. ഓ അമ്മയാണല്ലോ എന്നിങ്ങനെ ഓർത്ത് ഫോൺ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നവ്യ നല്ല ഉറക്കമാണല്ലോ. അപ്പം നവ്യനെ നോക്കിയിട്ടാണെങ്കിലും അബി ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, മനുഷ്യൻ്റെ ഉറക്കം കളഞ്ഞിട്ട് അവളിങ്ങനെ സമാധാനമായിട്ട് കിടന്നുറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞ ആ ദേഷ്യത്തിൽ അവിടുന്ന് എണീറ്റ് അങ്ങ് പോരുകയാണ് കേട്ടോ. അപ്പോൾ ജലജയുടെ അടുത്തേക്കാണ് നേരെ വരുന്നത്. അപ്പോൾ അവൾക്കൊരു കുഴപ്പമില്ലല്ലോ, അവൾ നന്നായിട്ട് കിടന്നുറങ്ങുകയാണ്, എന്താ അമ്മയത് എന്നൊക്കെ അമ്മ വെറുതെ എന്നെ പറഞ്ഞ് കൊതിപ്പിച്ചാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജലജ പറയും അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നീ അറിഞ്ഞില്ലേ, അപ്പോൾ ഇങ്ങനെ ഏട്ടത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ നല്ല വയറുവേദനയും തലവേദനയൊക്കെ ആയിട്ട് ആ പാലെടുത്ത് കുടിച്ചത് ഏട്ടത്തിയാണെന്ന് പറയട്ടോ. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു,
നവ്യല്ലേ ആ പാല് കുടിച്ചതെന്നൊക്കെ അഭി ചോദിക്കുകയാണ് കേട്ടോ. അപ്പം അതെന്ത് പറ്റിയെന്നൊന്നും എനിക്കറിയില്ല. അമ്മ തന്നെയല്ലേ പറഞ്ഞത് ഇങ്ങനെ അനിയത്തി ചേച്ചിക്ക് പാല് കൊണ്ടു കൊടുക്കും, അപ്പം എന്തായാലും പിന്നെ അതെങ്ങനെ മാറിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജ പറയും, ഏട്ടത്തിക്ക് നല്ല തളർച്ചയുള്ളത് കൊണ്ട് നല്ല പോഷകാഹാരങ്ങളൊക്കെ കഴിക്കണം എന്ന് ചേട്ടൻ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അവർ അടുക്കളയിൽ കയറി ആ പാലായിരിക്കും എടുത്ത് കുടിച്ചതെന്നൊക്കെ പറയാണ് കേട്ടോ. അന്ന് ഇതുപോലെ ഇങ്ങനെ ആ പാലിൽ ഇങ്ങനെ പായസത്തിൽ ഇങ്ങനെ വിഷം കലർത്തിയത് അനാമികയും അമ്മയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നിട്ടിപ്പോൾ ഞാനും അതിൽ പെട്ടുപോയില്ലേ എന്നൊക്കെ പറയട്ടോ. എന്നിട്ട് എന്താ സംഭവിച്ചത് നിനക്കറിയാലോ, അതിൽ ഞാനും പെട്ടുപോയില്ലേ എന്നൊക്കെ പറയണ്ട. അപ്പം നിനക്ക് പിന്നീട് അബീനെ അങ്ങ് കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. നിന്റെ കാര്യത്തിൽ എന്ത് ചെയ്താലും നിരാശയാണല്ലോടാ ഫലം എന്നൊക്കെ പറയാണ്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്റെ കുറ്റാണോ? ചേച്ചി അനിയത്തിയും കൂടി ഇവിടെ നടക്കുന്നതൊക്കെ മണത്തറിയുന്നുണ്ടാവും. ഇനിയിപ്പോൾ ഇരു ചെവി അറിയാതെ കാര്യങ്ങൾ നടത്തേ വഴിയുള്ളൂ എന്നൊക്കെ പറയാണ് കേട്ടോ. പിന്നീട് ജലജയ്ക്കാണെങ്കിലോ ആകെയുള്ളൊരു സമാധാനം ദേവയാനി ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ്. അപ്പം അതും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ആകെയുള്ളൊരു സമാധാനം ഏട്ടത്തി ഹോസ്പിറ്റലിലായി എന്നുള്ളത് മാത്രമാണ്. ഇനിയിപ്പോൾ 2 ആഴ്ച അവർ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ പറയാണ്. പിന്നീട് എന്തായാലും അബിക്കാണെങ്കിലും ആകെ ദേഷ്യമാണ് കേട്ടോ. നവ്യനെ സ്നേഹിച്ചതും ഒക്കെയാണല്ലോ കുഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അതും കൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജ പറയും, അവളെ സ്നേഹിച്ചത് മാത്രം മിച്ചമായി പോയി, ഇതിപ്പോൾ കാര്യങ്ങളൊന്നും നടന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യാണ് കേട്ടോ. അപ്പം എന്തായാലും പിന്നീട് ഇനിയിപ്പോൾ ഇരുചെവി അറിയാതെ കാര്യങ്ങൾ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യാണ്. അബിക്കാണെങ്കിലും ആകെ നിരാശയാണ് കേട്ടോ. അബിയാണെങ്കിലും ഒരുപാട് ആഗ്രഹിച്ചതാണല്ലോ നവ്യയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ട്. അപ്പം അതൊന്നും നടക്കുന്നുള്ള ആ ഒരു സന്തോഷത്തിലായിരുന്നു. അപ്പം അതും നടന്നില്ല. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. ആ ഒരു ദേഷ്യം വെച്ചുകൊണ്ടാണ് കേട്ടോ റൂമിലേക്ക് അബി വരുന്നത്. അപ്പോൾ ഈ സമയത്ത് നവ്യ ഉറക്കമായിരിക്കും. നവ്യ എന്തോ തിരിഞ്ഞ് കിടക്കുന്ന സമയത്ത് അബി അവിടെ നിൽക്കുന്നത് കാണാം കേട്ടോ. അപ്പം നീ എന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, നീ എപ്പോഴാണ് എണീറ്റ് പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ, അമ്മായിനെ ഇങ്ങനെ ഭയങ്കര വയറുവേദനയും തലവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, ഇന്നിപ്പോൾ ഇങ്ങനെ ആദർശേട്ടനോട് ഇങ്ങനെ വ്രതം എടുക്കാൻ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. അതിനിങ്ങനെ ഭഗവാന്മാരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, അതുകൊണ്ട് ഭഗവാൻ ശിക്ഷിച്ചതാണെന്നൊക്കെ പറയൂട്ടോ. ഓ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അബി പെട്ടെന്ന് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ എന്താ ആലോചിച്ചത്, ഞാൻ പറഞ്ഞത് ശരിയാണെന്നാണോ ആലോചിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ, നിന്നെപ്പോലെ എനിക്കിങ്ങനെ പറയാൻ പറ്റില്ല, ഞാൻ മാല ഇട്ടതുകൊണ്ട് എന്നിങ്ങനെ പറയും. പിന്നീട് എന്തായാലും ഉറക്കം പോയില്ലേ, നീ ഇടയ്ക്കൊന്നിങ്ങനെ ആദർശേട്ടനെ വിളിച്ച് നോക്ക്, ഞാൻ അയിനെ വിളിക്കുക, ആ ഫോണിങ് താന്ന് പറയുമ്പോൾ എന്തായാലും പിന്നീട് നീ ഹോസ്പിറ്റലിലേക്ക് പോയില്ലേ എന്നൊക്കെ നവി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മുന്നേ. അപ്പോൾ ആദർശേട്ടനും അതുപോലെ തന്നെ ജയമാമനും നയനയൊക്കെ പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ ഞാനും കൂടെ അവരുടെ കൂടെ പോവേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ ശേഷമാണ് കേട്ടോ നയനേനെ ഒന്ന് വിളിക്കാമെന്ന് പറയുന്നത്. ഇനിയിപ്പം നമ്മളിങ്ങനെ അവരെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഉറക്കം ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ കിടക്കാൻ നോക്കുമെന്ന് ഇങ്ങനെ നവ്യനോട് അബി പറഞ്ഞിട്ട് അബിയും കിടക്കുകയാണ് കേട്ടോ. അബിക്കാണെങ്കിൽ ഉള്ളിൽ നല്ല ദേഷ്യമുണ്ട്. കിടന്ന ഉടനെ തന്നെ നവ്യാണെങ്കിലും അബിയുടെ മേലേക്ക് കൈയെടുത്ത് വെക്കുന്ന സമയത്ത് ആ കൈ അങ്ങ് തട്ടി മാറ്റിയാണ് കേട്ടോ. അപ്പോൾ എന്ത് പറ്റി നിനക്ക് എന്നിങ്ങനെ നവ്യ ചോദിക്കുകയാണ്. അപ്പം മാല എടുത്ത് കാണിച്ചു കൊടുക്കും കേട്ടോ. ഞാൻ മാല ഇട്ടിരിക്കുകയാണ്, ഈ സമയത്ത് ഇങ്ങനെയൊന്നും പാടില്ല എന്ന് പറയും. അപ്പോൾ അത് നേരത്തെ നിനക്ക് അറിയില്ലായിരുന്നു എന്ന് ചോദിക്കും കേട്ടോ. ആ സമയത്ത് അബി പറയുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ ഓർമ്മ ഉണ്ടാവില്ല, ഓർമ്മയുള്ളപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ തെറ്റിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പം നവ്യ ഒരു സംശയത്തോടു കൂടി അങ്ങ് തിരിഞ്ഞു കിടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ആദർശിനെയാണ് കാണിക്കുന്നത്. ആദർശാണെങ്കിലും ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. ദേവയാനിയാണെങ്കിലും ICUലാണല്ലോ. അപ്പം അതിൻ്റെ ഒരു വിഷമമുണ്ട് ആദർശിൻ്റെ മുഖത്ത്. വിഷമത്തോടെ നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.